ഹേ ആസ്പിരൻസ്, കലണ്ടർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് 2023 എന്ന വർഷം പിന്നീട് ആവർത്തിക്കുന്ന വർഷം എപ്പോൾ, അല്ലെങ്കിൽ ആവർത്തിക്കുന്നത് എപ്പോൾ എന്നുള്ള ചോദ്യം. സോ ഓപ്ഷൻ ഉണ്ട് 2025, 28, 34, 29. ഇതെങ്ങനെ ഈസിയായി കണ്ടുപിടിക്കാം? സോ ഒരു സിമ്പിൾ ട്രിക്ക് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് തന്നിരിക്കുന്ന വർഷം 2023 2023 നമ്മൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടും? 4 20, ബാക്കി 23. ഈ 23 പിന്നെയും എത്ര? 4 20 എന്നുള്ളത് ബാക്കി 3 കിട്ടും അല്ലേ? ഈ 3 നമുക്ക് ശിഷ്ടമാണ് നമ്മൾ എടുക്കേണ്ടത്. ശിഷ്ടമാണ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ശിഷ്ടമാണ് നമുക്ക് വേണ്ട കാര്യം. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. ഈ ശിഷ്ടം എടുക്കുക. നമുക്ക് കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിൻ്റെ കൂടെ 6 കൂട്ടുക. എത്ര കൂട്ടണം? 1 ആണെങ്കിൽ അതിൻ്റെ കൂടെ 6 കൂട്ടുക. അല്ല, 2 3 ആണെങ്കിൽ, ശിഷ്ടം കിട്ടുന്നത് 2 3 ആണെങ്കിൽ അതിൻ്റെ കൂടെ 11 കൂട്ടണം. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. അതല്ലാതെ നമ്മൾക്കൊരു ലീപ്പ് ഇയർ അല്ലെങ്കിൽ 4 അതിൽ കൂടുതലോ സംഖ്യകളാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ കൂട്ടേണ്ടത് 28 കൂട്ടേണ്ടത്. 28 കൂട്ടേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. 28 കൂട്ടേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 3 ആണല്ലോ. അപ്പോൾ നമ്മൾ എത്ര കൂട്ടണം? 11 കൂട്ടേണ്ടത്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. 2023 പ്ലസ് എത്ര കൂട്ടണം? 11 കൂട്ടണം എന്ന് പറഞ്ഞു. 11 കൂട്ടിയാൽ എത്ര വരും? 3 4 34. 2034 എന്നുള്ള ആൻസറാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 2034, ഓപ്ഷൻ സി.